ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ജനനായകൻ. ജനനായകൻ എന്ന മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇളയ ദളപതി വിജയുടെ ഏറ്റവും പുതിയ മൂവിയാണ്. ഇതിനു ഈ സിനിമയുടെ കാര്യം ഒരുപാട് വിവാദങ്ങളൊക്കെ ഇറങ്ങി സിനിമ റിലീസാകാതെ കുറേ നാൾ അങ്ങനെ നിന്നു. എന്നിട്ടാണ് ഇപ്പം വന്നത്. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയ് സി എം ആയി, തമിഴ്നാടിൻ്റെ CM ആയി, അങ്ങനെ പോകുന്നു. അത് ടിപ്പിക്കൽ ഒരു വിജയ് സിനിമ തന്നെ. അത് പറയാനാണെങ്കിൽ എന്താ, ഒരു രക്ഷാപ്രവർത്തനം അത്രേ ഉള്ളൂ. ഇത്ര നാള് കുറേ നാട് രക്ഷിച്ചു, പിന്നെ സംസ്ഥാനമായി, ഇതിപ്പോൾ ഇന്ത്യ ആയി എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. അത് തന്നെ പടം. എന്തൊക്കെ ഇരുന്നാലും പുള്ളി അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയാണ്. പിന്നെ ഇത് പുള്ളിയുടെ ഒരു അവസാനത്തെ പടം എന്ന രീതി നോക്കുവാണെങ്കിൽ കൊള്ളാം. ഇനിയിപ്പോൾ പുള്ളിയുടെ ഒരു പടമൊന്നും ഉടനെ വരാനുള്ള സാധ്യതയില്ല. ഓൾറെഡി പുള്ളി CM ആയി, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകാനാണ് സാധ്യത കൂടുതൽ. ഒരു തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലേസാണ്. കാരണം എത്ര പോയാലും മടുപ്പ് വരാത്ത ഒരു സ്ഥലം തിയേറ്റർ മാത്രമേ ഉള്ളൂ. കാരണം പല സിനിമകൾ, പല പ്രമേയങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് തിയേറ്റർ. ഇനിയിപ്പോൾ വിജയ് അവിടെ കാണാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വിമർശിച്ചാലും തമിഴ് സിനിമയിൽ വിജയ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് എന്തൊക്കെയാണെന്നും പറയാതിരിക്കാൻ വയ്യ. ജനനായകൻ എന്നാലും ഫാൻസിനെയൊക്കെ തൃപ്തിപ്പെടുത്തും. നല്ലൊരു പടമാണ്. ആവറേജാണ് പടം. പോയിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് വിലയിരുത്തുക. എനിക്കിത്ര പറയാനുള്ളൂ. എന്താണെങ്കിലും ഒരു കൊള്ളാം, ഇത്രേ ഉള്ളൂ. ടിപ്പിക്കൽ വിജയ് തന്നെ. പിന്നെ ഇനി അഭിനയം എടുത്ത് നോക്കാനാണെങ്കിൽ വിജയ് ആണ് മെയിൻ. പിന്നെ മമതയാണേലും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തങ്ങ് പോകണം എന്ന് മാത്രമേ ഉള്ളൂ റോള്. എന്താണ് ഒരു ടിപ്പിക്കൽ വിജയ് പടം. അതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. എന്നാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം. ഇക്കുള്ള 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.